എന്തുകൊണ്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്കൊക്കെ ഈ കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നത്? അതും നമ്മൾ ഈ മ്യൂസിക് ആഡ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെയുള്ളവർക്കും അതേപോലെ ന്യൂ യൂട്യൂബേഴ്സിനും ഇനി ഇതൊന്നും ഇല്ലാതെ എങ്ങനെ ഈ മ്യൂസിക് ആഡ് ചെയ്യാമെന്നുള്ള ആൾക്കാർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ യൂസ്ഫുള്ളായിരിക്കും. ആദ്യം തന്നെ നമ്മൾ കോപ്പിറൈറ്റ് ക്ലെയിം എന്താണ്, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്താണെന്നുള്ളത് അറിയണം. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ പുതിയൊരു യൂട്യൂബ് അപ്ഡേഷൻ അനുസരിച്ചിട്ട് ഷോർട്ട് പോളിസിയിൽ നിന്ന് കാണിക്കാറുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് കോപ്പിറൈറ്റ് ക്ലെയിം? ഇപ്പോൾ നമ്മൾ ഒരു ട്രെൻഡായിട്ട് നമ്മൾ നിൽക്കുന്ന ഒരു മലയാള സോങ് നമുക്ക് എടുക്കാം. ആ മലയാള സോങ്ങിൽ ഇപ്പോൾ നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്യാണ്, ഇപ്പോൾ ഉദാഹരണത്തിന്. അപ്പോൾ അതിൽ നമ്മൾ ആ ട്രെൻഡായിട്ടുള്ള മ്യൂസിക് ആഡ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ലോങ് വീഡിയോ ആണെങ്കിലും ഷോർട്ട് വീഡിയോ ആണെങ്കിലും ആഡ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് ആ ഒരു സമയത്തായിരിക്കും നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നത്. നമ്മൾ ആ ഏത് മ്യൂസിക്കാണോ യൂസ് ചെയ്ത് അതിൻ്റെ ഒറിജിനൽ ഓണർ നേരത്തെ തന്നെ നമ്മുടെ ഈ യൂട്യൂബിൽ ഒന്നെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ മ്യൂസിക് അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ ഒറിജിനൽ കണ്ടൻറ്റായിട്ട് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സോങ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് ചെക്ക് ചെയ്യും. യൂട്യൂബ് ചെക്ക് ചെയ്തിട്ട് നമുക്കൊരു കോപ്പിറൈറ്റ് ക്ലെയിം തരാൻ സാധിക്കും. അതേപോലെ തന്നെ ഇത് മോണിറ്റൈസ് ആയ ചാനൽസിനാണ് ഈ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നതെങ്കിൽ നമ്മളുടെ ആ ഒരു വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു ഷോർട്സിന് എത്രയാണോ റവന്യൂ കിട്ടിയത് ആ റവന്യൂ മൊത്തത്തിൽ നമ്മൾ ആഡ് ചെയ്ത ആ മ്യൂസിക്കിൻ്റെ ഓണർ ആരാണോ അവർക്കായിരിക്കും ലഭിക്കുക. ഇനിയിപ്പോൾ മോണിറ്റൈസ് അല്ലാത്ത ചാനൽസിനാണ് കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നതെങ്കിൽ നമ്മൾ മോണിറ്റൈസ് ഒക്കെ ആവുന്ന സമയത്ത് മാത്രം നമ്മൾ അതൊന്ന് ക്ലിയർ ചെയ്താൽ മതി. അപ്പോൾ ക്ലിയർ ചെയ്യാൻ പറയുന്നത് ഡിലീറ്റ് ചെയ്യരുത് കേട്ടോ. ഡിലീറ്റ് ചെയ്യാനല്ല പറയുന്നത്, നേരെ നമ്മളുടെ ആ റീസൺ എന്താണ് അവിടെ വന്നത് ആ യൂട്യൂബിൽ തന്നെ കാണിച്ചു തരും. അപ്പോൾ ആ യൂട്യൂബിൽ നമ്മൾ ആ സമയത്ത് തന്നെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തേച്ചാൽ മാത്രം മതി. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാൻ ഈ പറയുന്നതിൽ കൊണ്ടേ പോകും. അപ്പോൾ ലൈക്ക് ചെയ്യാനൊക്കെ മറക്കും. അപ്പോൾ ലൈക്കും ഹൈപ്പും സബ്സ്ക്രൈബും ഷെയറും എല്ലാം ചെയ്യുക. എന്താണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക്? അതിനായിട്ട് നമുക്ക് ഒരു ട്രെൻഡായിട്ടുള്ളൊരു മലയാള സോങ് തന്നെ എടുക്കാം. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിനകത്ത് ഒരു ട്രെൻഡായിട്ടുള്ള മ്യൂസിക് ആഡ് ചെയ്ത് ആ ഒരു വീഡിയോ നല്ല റിച്ചായി, അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഏണിങ്സ് നേടാൻ പറ്റി. ആ ഒരു വീഡിയോയിൽ കൂടി തന്നെ നമ്മുടെ ചാനൽ വൈറലായി, സബ്സ്ക്രൈബൊക്കെ നമുക്ക് കൂടി നല്ല റിച്ചായി എന്ന് വിചാരിക്കുക. അപ്പോൾ ആ റിച്ചായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മളുടെ ഈ ഒറിജിനൽ നമ്മൾ ആഡ് ചെയ്ത ആ മ്യൂസിക്കിൻ്റെ ഓണർ ആരാണ് ആ ഒറിജിനൽ ആൾ കാണാനിടയായി വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് പുള്ളിക്കാരന് കോപ്പിറൈറ്റ് ക്ലെയിം ഇനി തന്നിട്ടൊന്നും കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഓണർക്ക് നമുക്കൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരാൻ കഴിയുന്നതായിരിക്കും. എന്ന് വെച്ചാൽ ആ ഒരു ദേഷ്യത്തിൽ 90 ദിവസത്തിൽ 3 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഇല്ലാതെ എന്നായി പോകും. കഴിയുന്നത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാതെ നമ്മൾ നോക്കുക. ഇനി ഇത് രണ്ടും ഇല്ലാതെ എങ്ങനെ മ്യൂസിക് ആഡ് ചെയ്യാം? നമ്മളിപ്പോൾ ഒരു മ്യൂസിക് മലയാളം നമ്മുടെ ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു മ്യൂസിക് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ തന്നെ നമുക്ക് കവർ സോങ് ആഡ് സോങ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടാതെ നമുക്ക് ആഡ് ചെയ്യാം. അതേപോലെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു സോങ്ങാണ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഒറിജിനൽ സോങ്ങിൻ്റെ ഒരു പാറ്റേൺ രീതിയിലുള്ളൊരു മ്യൂസിക് ആഡ് ചെയ്യും. നമ്മൾ ആ പാറ്റേൺ സോങ് ആഡ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ ഒരു വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ നമുക്ക് എന്താണ് കോപ്പിറൈറ്റ് ക്ലെയിമും കിട്ടില്ല, അതേപോലെ കോപ്പിറൈറ്റ് സ്ട്രൈക്കൊന്നും വരാതെ ആഡ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യാനും മറക്കണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മലയാള സോങ് നമ്മളൊരു അൺപ്ലഗ്ഡ് ആയിട്ടുള്ള മ്യൂസിക് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ മലയാളമാണെങ്കിലും തമിഴാണെങ്കിലും ഏത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമ്മളൊരു മ്യൂസിക് അൺപ്ലഗ്ഡ് ഒരു സോങ് എടുത്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മ്യൂസിക്കിൽ ചെറിയ ചെറിയ ഡിഫറൻറ്റുകൾ നമ്മൾ വരുത്തി കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം അവിടെ സ്പീഡ് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. അതേപോലെ അടുത്ത പോർഷൻ വരുന്ന സമയത്ത് ചെറുങ്ങനെ ഒരു സ്പീഡാക്കി കൊടുക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ ഡിഫറൻറ്റുകൾ വരുത്തി കൊടുക്കുന്ന സമയത്ത് യൂട്യൂബ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കോപ്പിറൈറ്റ് തരാൻ കഴിയുന്നതല്ല. കാരണം യൂട്യൂബിൽ ഒറിജിനൽ കണ്ടൻ്റ് ആയിരിക്കും അതിൽ രജിസ്റ്റർ ചെയ്ത് നമ്മളതിൽ ചെറിയ ഡിഫറൻറ്റുകൾ വരുത്തി കൊടുക്കുമ്പോൾ അതവിടെ നമുക്ക് നോട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു അവസ്ഥ യൂട്യൂബ് അൽഗോരിതത്തിന് വരുന്നതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം ഒഴിവാക്കാൻ സാധിക്കുന്നതായിരിക്കും.
ഹായ് ഹലോ, ഞാൻ ജ്യോതിഷ്. യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. മൂന്നാമത് ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഇത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഏത് മ്യൂസിക്കാണോ വെക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ട് ആ മ്യൂസിക് ഏതാണോ അതിൽ ഷെയർ എന്നുള്ള ബട്ടൺ ഉണ്ട്. ആ ഷെയർ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ലിങ്ക് കോപ്പി ചെയ്യുക. അവരുടെ ആ ലിങ്ക് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നേരെ ക്രോം ബ്രൗസറിൽ വന്നിട്ട് അവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്തിട്ട് ഒന്ന് സെർച്ച് ചെയ്യാം. ക്രോം ബ്രൗസറിൽ വരാൻ പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ ഡയറക്റ്റ് നമുക്ക് കോപ്പി ചെയ്ത് കിട്ടാത്തതുകൊണ്ടാണ് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. അത് സെർച്ച് ചെയ്തതിന് ശേഷം അതിനകത്ത് അവരുടെ ആ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ സോങ്ങിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഡിസ്ക്രിപ്ഷനിലുള്ള അവരുടെ ഫുൾ ഡീറ്റെയിൽ എന്ത് ചെയ്യുക, നമ്മളോട് കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് നമ്മളെ വാട്സപ്പിലോ അല്ലെങ്കിൽ നമ്മളെ നോട്ട്സിലൊന്ന് സെൻഡ് ചെയ്തിട്ടേക്കുക. സെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷനിൽ നമ്മളുടെ ആ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ഇവർക്ക് ഒരു ക്രെഡിറ്റ് എന്നുള്ള രീതിയിൽ അവരുടെ ആ ഡീറ്റെയിൽ മൊത്തം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു ക്രെഡിറ്റായിട്ട് നമ്മൾ നൽകുകയാണെങ്കിൽ അവർക്ക് അതൊരു സന്തോഷമുള്ള കാര്യമായിട്ട് അവരെന്ത് ചെയ്യും, നമുക്ക് ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്കും തരില്ല, അതേപോലെ കോപ്പിറൈറ്റ് ക്ലെയിമും തരാൻ ചാൻസ് കുറവാണ്. വീഡിയോ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സോ അങ്ങനെയുള്ള മറ്റുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ചെറിയ ചെറിയ നുറുങ്ങളുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും സൈനിങ് ഓഫ് ജോ.